ഓനീലിനെയും ജിസേലിനെയും ഒന്നിപ്പിക്കാൻ നോക്കുവാണ് അക്ബർ. ജിസേൽ അതിന് നിന്നു കൊടുക്കുന്നുണ്ട്. ജിസേൽ തന്നെയാണ് അത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാനൊരു മല്ലുകയിനെ ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. ഞാൻ ഇതുവരെ ഒരു മല്ലുകയിനെ ഡേറ്റ് ചെയ്തിട്ടില്ല. ജിസേൽ തുറന്നു പറയണം. ഇത് കേട്ട അക്ബറും നിവേലും ആദ്യം ഒന്ന് ഞെട്ടി. എന്നിട്ട് ജിസേലിൻ്റെ വയസ്സ് ചോദിച്ചു. അപ്പോൾ അതിനനുസരിച്ച് ഒരാളെ പറ്റി പറയുന്നുണ്ട്. ഒനീൽ. അയാൾ എങ്ങനെയുണ്ട് എന്നും. ഒനീൽ ആൾ കൊള്ളാലോ. അക്ബർ ഒനീലിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒനീൽ നന്നായി കുക്ക് ചെയ്യും, പിന്നെ ഒരു വക്കീലാണ്, അങ്ങനെ എന്തൊക്കെയോ പറയും. പക്ഷേ നിവേലിന് ഇത് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിവേൽ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഇതിൽ നിൽക്കുമ്പോൾ ഞാൻ സമ്മതിക്കില്ല. ഇതിനകത്ത് ഒരുത്തനോടും ലവ് ട്രാക്കിൽ വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് നിവേൽ പറയുന്നത്. നീ ഒരു കാരണവശാലും ഒനീലിനോട് സംസാരിക്കരുത്. നിനക്കെന്തെങ്കിലും ഒനീലിനോട് പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറയുക, എന്നിട്ട് ഞാൻ പോയി ആദ്യം പറയാം. അതുകൊണ്ട് ഇനി ഇതെന്തായാലും നടക്കില്ല. നീ ഇനി ഒനീലിനോട് സംസാരിക്കേ വേണ്ട. പക്ഷേ അക്ബർ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. അവൾക്കൊരു ജീവിതം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടടാ, നിനക്കെന്താടാ എന്നാണ് അക്ബർ പറയുന്നത്. പക്ഷെ അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നാണ് നിവേൽ പറയുന്നത്.